DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 8 ശനി. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, വാഹന ഉടമകൾക്ക് അവരുടെ മൊബൈൽ നമ്പർ പരിവാഹൻ വെബ്സൈറ്റിൽ ചേർക്കാൻ അവസരമെത്തിയിരിക്കുകയാണ്. വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ ഡിജിറ്റലാക്കുന്നതിന്റെ ഭാഗമായാണ് വാഹന ഉടമകളുടെ മൊബൈൽ നമ്പറുകൾ പരിവാഹൻ സൈറ്റിൽ ഉൾപ്പെടുത്തുന്നത്. ഇതിനായി എല്ലാ റീജിയണൽ, സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസുകളിലും ഫെബ്രുവരി 15 വരെ സ്പെഷ്യൽ ഡ്രൈവ് നടത്തുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇ-ആധാർ ഉപയോഗിച്ച് അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷകൾ ഓൺലൈനായി ചെയ്യാൻ സാധിക്കാത്തവർക്കും തിരിച്ചറിയൽ രേഖകൾ ഹാജരാക്കി മൊബൈൽ നമ്പർ അപ്ഡേഷൻ നടത്താൻ സാധിക്കും. അതിനാൽ വാഹനങ്ങളുള്ളവർ ഇക്കാര്യമൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത അറിയിപ്പ്, സംസ്ഥാന ബജറ്റും അവസാനിച്ചിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടായിരുന്നു. പെൻഷൻ തുകയിലൊരു വർധന ബജറ്റിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അത്തരമൊരു പ്രഖ്യാപനമുണ്ടായില്ല. എന്നാൽ കുടിശ്ശിക പെൻഷൻ സമയബന്ധിതമായി തീർക്കുമെന്ന് മന്ത്രി ബജറ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏപ്രിൽ മാസം മുതലാണ് ഈ ഗഡുത്തുകകളായ 4800 രൂപയുടെ വിതരണ കാലാവധി ആരംഭിക്കുന്നത്. വിശേഷ ദിവസങ്ങളൊക്കെ പ്രമാണിച്ച് തനതു മാസത്തെ തുകയും ഒരു മാസത്തെ കുടിശ്ശിക പെൻഷനും ചേർത്ത് 3200 രൂപയായിട്ടായിരിക്കും വിതരണം ചെയ്യുക. അതായത് ഏപ്രിൽ മാസത്തിൽ വിഷു, ഈസ്റ്ററൊക്കെ പ്രമാണിച്ച് തനതു മാസത്തെ തുകയായ 1600 കുടിശ്ശിക പെൻഷനിലെ 1600 ചേർത്ത് 3200 രൂപ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുന്നതായിരിക്കും. ഈ രീതിയിൽ വിശേഷ ദിവസങ്ങളൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഒരു ഗഡുത്തുകയും ആ മാസത്തെ തുകയും ചേർത്ത് സർക്കാർ 3200 രൂപ വീതം വിതരണം ചെയ്യും. തദ്ദേശ തിരഞ്ഞെടുപ്പുകളൊക്കെ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ അതിനു മുൻപായി തന്നെ ഒരു ഗഡുത്തുക വിതരണം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ 1600 രൂപ തന്നെയായിരിക്കും വിതരണം ഉണ്ടാകുക. മാത്രമല്ല, ഈ സമയത്ത് പെൻഷനുമായി ബന്ധപ്പെട്ട് മറ്റൊരറിയിപ്പ് കൂടി വരുന്നുണ്ട്. നമ്മുടെ വീടുകളിലേക്കുള്ള പരിശോധനയുമായി ബന്ധപ്പെട്ടതാണ്. നിലവിൽ തദ്ദേശ സ്ഥാപനങ്ങൾ മുഖാന്തരമാണ് സോഷ്യൽ ഓഡിറ്റിംഗ് ഒക്കെ നടത്തുന്നത്. നമ്മുടെ വീടുകളിൽ എത്തിച്ചേർന്ന് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്ന സംവിധാനം വരെ ഇതിന്റെ ഭാഗമായി ക്രമീകരിക്കും. ഭൗതിക നിലവാര പരിശോധനകളാണ് പ്രധാനമായും ഇതിൽ ചേർക്കുക. അതായത് നമ്മുടെ വീട് ഏത് രീതിയിലാണുള്ളത്, എത്ര സ്ഥലമുണ്ട്, വീട്ടിൽ 4 ചക്ര വാഹനമുണ്ടോ, AC ഉണ്ടോ തുടങ്ങി വിവിധ കാര്യങ്ങളൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കി അനർഹനാണെന്ന് കണ്ടെത്തിയ പദ്ധതിയിൽ നിന്ന് പുറത്താകുക മാത്രമല്ല, വാങ്ങിയ തുക വരെ ഒരുപക്ഷെ തിരിച്ചു നൽകേണ്ട സാഹചര്യം വരെ ഉണ്ടാകും. പുതിയ നിയമങ്ങൾ സർക്കാർ കൊണ്ടുവരുന്നതിലൂടെ അർഹർക്ക് മാത്രം തുക ലഭിക്കുന്ന സാഹചര്യവും ഉണ്ടാകും. അടുത്ത അറിയിപ്പ്, 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവർക്കും വരുമാന പരിധിയൊന്നും കണക്കിലെടുക്കാതെ 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ലഭിക്കുന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഇൻഷുറൻസ് കാർഡുകളുടെ വിതരണം നിർവഹിച്ചിരുന്നു. ഇതിന്റെ ചികിത്സ നമ്മുടെ സംസ്ഥാനത്ത് ഇതുവരെ ആരംഭിച്ചിട്ടില്ല. നമ്മുടെ സംസ്ഥാനത്തെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അഥവാ കാസ്പ് എന്ന് പറയുന്ന സ്കീമിന് കീഴിൽ ഈ ആയുഷ്മാൻ പദ്ധതി കൂടി ലയിപ്പിച്ചാണ് സംസ്ഥാനത്ത് 5 ലക്ഷത്തിന്റെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നത്. ഇതിനുവേണ്ടി ഈ വർഷം 700 കോടി രൂപ ആദ്യഘട്ട സഹായമായി ബജറ്റിൽ അനുവദിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആശുപത്രികളിൽ വിവിധ ശസ്ത്രക്രിയകൾക്ക് വിധേയമാകുന്നവർ, അതോടൊപ്പം കിടപ്പ് രോഗികൾക്കൊക്കെ ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണിത്. ആശുപത്രികൾക്ക് കുടിശ്ശിക ലഭിക്കാനുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു തുക എത്തിച്ചേരുന്നത് നിലവിൽ ചികിത്സ ലഭിക്കേണ്ട അർഹതയുള്ള ഒരുപാട് വ്യക്തികൾക്ക് സഹായമായി മാറും. അടുത്ത അറിയിപ്പ്, ലൈഫ് മിഷൻ പാർപ്പിട പദ്ധതിയിലേക്കുള്ള ഉപഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് പുതിയൊരു സന്തോഷ വാർത്ത എത്തുകയാണ്. 1 ലക്ഷത്തോളം വരുന്ന പാർപ്പിടങ്ങൾക്ക് കൂടി അനുമതി നൽകുമെന്നുള്ള പ്രധാന അറിയിപ്പ് എത്തിയിരിക്കുകയാണ്. 1000 കോടി രൂപയ്ക്ക് മുകളിൽ ഇപ്പോൾ ബജറ്റിൽ വീണ്ടും സാമ്പത്തിക സഹായം വകയിരുത്തിയിരിക്കുകയാണ്. അതിനാൽ തന്നെ ലൈഫ് മിഷൻ പദ്ധതി വഴി വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ സന്തോഷകരമായ അറിയിപ്പാണിത്. അടുത്ത അറിയിപ്പ്, ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ കാർഡുകാരും നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള റേഷൻ വിഹിതങ്ങൾ റേഷൻ കടകളിലെത്തി വാങ്ങുവാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം കേന്ദ്ര സർക്കാരിന്റെ ഭാരതരിയും ഫെബ്രുവരി മുതൽ വിതരണം ആരംഭിക്കുമെന്ന് അറിയിപ്പുകളുണ്ട്. കിലോയ്ക്ക് 34 രൂപ നിരക്കിൽ 10 കിലോ അടങ്ങുന്ന പാക്കറ്റുകളായാണ് ഭാരതരിയുടെ വിതരണം. ഒരാൾക്ക് ഒരു സമയം 20 കിലോ അരി വരെ ലഭിക്കും. ചില റിലയൻസ് ഔട്ട്ലെറ്റുകളിലൂടെയും ബ്ലിങ്കിറ്റ് പോലുള്ള ഓൺലൈൻ ഡെലിവറി പ്ലാറ്റ്ഫോമുകളിലൂടെയും 340 രൂപയ്ക്ക് 10 കിലോയുടെ ഭാരതരി ഇടയ്ക്ക് ലഭ്യമാക്കാറുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അറിയിപ്പുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.